ജന്മദിനം വൈക്കം മുഹമ്മദ് ബഷീർ ഭാഗം 3. മണി 7. ഒരു പോലീസുകാരൻ എൻ്റെ താമസ സ്ഥലത്ത് വന്ന് ഇന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ണഞ്ചിപ്പിക്കുന്ന പെട്രോമാക്സ് വിളക്കിൻ്റെ മുമ്പിൽ എന്നെ ഇരുത്തി. ചോദ്യങ്ങൾക്ക് സമാധാനം പറയുമ്പോൾ എൻ്റെ മുഖത്തെ ഭാവവേദങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പുറകിൽ കയ്യും കെട്ടി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അങ്ങുമിങ്ങും നടന്നു. നോട്ടം എപ്പോഴും എൻ്റെ മുഖത്ത് തന്നെ. എന്തൊരു ഭാവം, എന്തൊരു നില! ഞാൻ ഏതോ വലിയ കുറ്റം ചെയ്ത പിടികിട്ടാ പുള്ളിയാണെന്ന മട്ട്. 1 മണിക്കൂർ നേരത്തെ ചോദ്യങ്ങൾ. ആരെല്ലാമാണ് എൻ്റെ കൂട്ടുകാർ? എവിടുന്നൊക്കെയാണ് എനിക്ക് എഴുത്തുകൾ വരുന്നത്? ഗവൺമെൻറ്റിനെ തകിടം മറിക്കാനുള്ള ഗൂഢസംഘത്തിലെ അംഗമല്ലേ ഞാൻ? പുതുതായി എന്തൊക്കെയാണ് ഞാൻ എഴുതുന്നത്? എല്ലാം സത്യമായി പറയണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എവിടുന്ന് നാട് കടത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന്. അറിയാം, ഞാൻ നിസ്സഹായനാണ്. വെറും ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട്. മണി 7:30. ഞാൻ മുറിയിൽ വന്ന് ഇരുട്ടത്തിരുന്ന് നന്നായി ഒന്ന് വിയർത്തു. ജന്മദിനം. ഇന്നെൻ്റെ താമസ സ്ഥലത്ത് വെളിച്ചമില്ല. മണ്ണെണ്ണയ്ക്ക് എന്തു വഴി? പശിയടങ്ങി വല്ലതും തിന്നുകയും വേണം. ദൈവമേ, ആരു തരും? ഒരുത്തരോടും കടം വാങ്ങാൻ കഴിയുകയില്ല. പക്ഷേ മാത്യുവിനോട് ചോദിച്ചാലോ? വേണ്ട, മറ്റേ കെട്ടിടത്തിൽ താമസിക്കുന്ന കന്നടക്കാരൻ വിദ്യാർത്ഥിയോട് 1 റുപ്പിക ചോദിക്കാം. അയാൾ ആ ഉഗ്രമായ സുഖക്കേടിന് വളരെ പണം ഇഞ്ചക്ഷന് മുടക്കിയതാണ്. ഒടുവിൽ എൻ്റെ 4 അണയുടെ മരുന്നുകൊണ്ടാണ് സുഖപ്പെട്ടത്. അതിന് പ്രതിഫലമായി എന്നെ 1 തവണ സിനിമ കാണാൻ കൊണ്ടുപോയി. ചെന്ന് 1 റുപ്പിക ചോദിച്ചാൽ തരാതിരിക്കുമോ? മണി 8:45. വഴിക്ക് മാത്യുവിനെ അന്വേഷിച്ചു. അദ്ദേഹം സിനിമ കാണാൻ പോയിരിക്കുന്നു. ഉറച്ചുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേട്ടുകൊണ്ട് ഞാൻ മറ്റേ കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിൽ ചെന്നു. പുകയുന്ന സിഗരറ്റിൻ്റെ ഗന്ധം, മേശപ്പുറത്തെരിയുന്ന ശരറാന്തലിൻ്റെ പ്രഭ, തട്ടിത്തിളങ്ങുന്ന പല്ലുകൾ, റിസ്റ്റ് വാച്ചുകൾ, സ്വർണ്ണക്കുടുക്കുകൾ. നിസ്സഹായതയുടെ മൂർത്തീകരണമായി ഞാൻ കസേരയിലിരുന്നു. അവർ വർത്തമാനം തുടങ്ങി. രാഷ്ട്രീയ കാര്യങ്ങൾ, സിനിമ, കോളേജിലെ വിദ്യാർത്ഥിനികളുടെ അംഗവർണ്ണന, ദിവസങ്ങളിൽ 2 പ്രാവശ്യം സാരികൾ മാറ്റി വരുന്ന വിദ്യാർത്ഥികളുടെ പേരുകൾ, അങ്ങനെ പലതും. അതിലൊക്കെ ഞാനും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ കടലാസ് തുണ്ടെടുത്ത് കുറിപ്പെഴുതും. 1 റുപ്പിക വേണം, വളരെ അത്യാവശ്യമായിട്ടാണ്. 2-3 ദിവസത്തിനകം തിരിച്ചു തന്നേക്കാം. അപ്പോൾ കന്നടക്കാരൻ ചിരിച്ചു. എന്താ, വല്ല ചെറുകഥയ്ക്കും പ്ലോട്ട് കുറിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അല്ല. അതിനെ തുടർന്നും സംഭാഷണം ചെറുകഥാ സാഹിത്യത്തിലെത്തി. സുമുഖനായ പൊടിമീശക്കാരൻ പരാതിപ്പെട്ടു. നമ്മുടെ ഭാഷയിൽ നല്ല ചെറുകഥകളൊന്നുമില്ല. ഭാഷയിലും നാട്ടിലും നല്ലത് വല്ലതുമുണ്ടോ? നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളുമുള്ളത് കടലുകൾക്കപ്പുറത്ത്. ഞാൻ ചോദിച്ചു, ആരുടെയൊക്കെ ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്? അധികം ആളുടേതൊന്നും വായിച്ചിട്ടില്ല. ഒന്നാമത് മാതൃഭാഷയിൽ വല്ലതും വായിക്കുന്നത് തന്നെ ഒരന്തസ്സ് കുറഞ്ഞ പണിയാണ്. ഞാൻ നമ്മുടെ കുറേ ചെറുകഥാകൃത്തുക്കളുടെ പേര് പറഞ്ഞു. അവരിൽ മിക്ക പേരുടെയും പേരുകൾ പോലും ഇവർ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിലെന്നല്ല, ലോകത്തിലെ എല്ലാ ഭാഷയിലെയും ചെറുകഥകളോട് മത്സരിക്കത്തക്ക നല്ല ചെറുകഥകൾ നമ്മുടെ ഭാഷയിൽ ഇന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? ഓ, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ മിക്കതും ദാരിദ്ര്യത്തെപ്പറ്റി പറയുന്ന കഥകളാണ്. എന്തിനാണ് അതൊക്കെ എഴുതുന്നത്? ഞാൻ ഒന്നും മിണ്ടിയില്ല. നിങ്ങളുടെയൊക്കെ കഥകൾ വായിച്ചാൽ സ്വർണ്ണക്കടക്കാരൻ വിധി പറഞ്ഞു, ലോകത്തിനെന്തോ വലിയ തകരാറുണ്ടെന്ന് തോന്നിപ്പോകും. ലോകത്തിന് എന്ത് തകരാറ്? അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് മാസം തോറും പണം അയച്ചു കൊടുക്കുന്നു. അത് ചെലവാക്കി വിദ്യാഭ്യാസം ചെയ്യുന്നു. സിഗരറ്റ്, ചായ, കോഫി, ഐസ്ക്രീം, സിനിമ, കുട്ടിക്കൂറ, പൗഡർ, വാസ്ലിൻ, സ്പ്രേ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഹാരം, മദ്യം, മയക്കുമരുന്ന്, സിഫിലിസ്, ഗുണോറിയ, അങ്ങനെ പോകുന്നു. ഭാവിയിലെ പൗരന്മാർ നാട് ഭരിക്കേണ്ടവരും നിയമം നടപ്പിലാക്കേണ്ടി വരും. ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, മതനേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ദാർശനികർ. ലോകത്തിന് എന്ത് തകരാറ്? എനിക്ക് ഭയങ്കരമായൊരു പ്രസംഗം ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ ലോകം, ഞാൻ ആരംഭിച്ചു. അപ്പോഴേക്കും അടിയിൽ നിന്ന് തളർന്ന ചെറു ശബ്ദം, മെതിയടി വേണോ? മെതിയടി കൊണ്ടുവാ, ചിരിച്ചുകൊണ്ട് കന്നടക്കാരൻ ആജ്ഞാപിച്ചു. അങ്ങനെ വിഷയം മാറി. മുകളിലേക്ക് കയറി വന്ന് ഞാൻ കാലത്ത് കണ്ട പിഞ്ചു പൈതങ്ങൾ. അവർ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ നട്ട്, മുഖങ്ങൾ വാടി, ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരുന്നു. വിമ്മിട്ടത്തോടെ മുതിർന്നവൻ പറഞ്ഞു, സാറന്മാർക്ക് വേണമെങ്കിൽ 2.5 അണ. കാലത്ത് 3 അണയായിരുന്നു. 2.5 അണയോ? സംശയത്തോടെ സ്വർണ്ണക്കടക്കാരൻ തിരിച്ചും മറിച്ചും നോക്കി.
കരിങ്ങോട്ടയല്ലല്ലോടാ. അതെ സാറേ, കരിങ്ങോട്ടയാ. വീടെവിടെയാ കുഞ്ഞുങ്ങളുടെ? എൻ്റെ ചോദ്യത്തിന് മുതിർന്നവൻ സമാധാനം പറഞ്ഞു. ഇവിടെ നിന്ന് 3 മൈൽ ദൂരെയുള്ളൊരു സ്ഥലം. 2 അണ, സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞു. സാറ് 2.25 അണ തന്നേര്. വേണ്ട. ഓ, വിഷാദത്തോടെ അവർ ഇറങ്ങി. സ്വർണ്ണക്കടക്കാരൻ വീണ്ടും വിളിച്ചു. കൊണ്ടുവാടാ. അവർ വീണ്ടും വന്നു. നല്ലത് നോക്കി ഒരു ജോഡി തിരഞ്ഞെടുത്തിട്ട് ഒരു 10 രൂപ നോട്ട് വച്ചു നീട്ടി. ആ കുഞ്ഞുങ്ങളുടെ പക്കൽ ഒറ്റ കാശ് പോലുമില്ല. അവർ ഒന്നും വിറ്റിട്ടില്ല. നേരം വെളുത്തതു മുതൽ നടക്കുകയായിരുന്നു. 3 മൈൽ ദൂരെ ഏതോ കുടിലിൽ വെള്ളവും അടുപ്പത്തിട്ട് മക്കളുടെ വരവും കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രം എൻ്റെ ഭാവനയിൽ വന്നു. സ്വർണ്ണക്കടക്കാരൻ എവിടുന്നോ 2 അണ തപ്പി കൊടുത്തു. 4 അണ സാർ. ഇത്രയേ ഉള്ളൂ? അല്ലെങ്കിൽ ഇന്നാ മെതിയടി. കുട്ടികൾ അന്യന്യം നോക്കി മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇലക്ട്രിക് വിളക്കിൻ്റെ താഴത്ത് റോഡിലൂടെ ആ പിഞ്ചു പൈതങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ട് സ്വർണ്ണക്കടക്കാരൻ ചിരിച്ചു. ഞാനൊരു വേല ചെയ്തിട്ടുണ്ട്. ഒന്ന് കള്ളയണയാ. ഹ ഹ ഹ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഞാൻ വിചാരിച്ചു, വിദ്യാർത്ഥികളല്ലേ, എന്തു പറയാനാണ്. ദാരിദ്ര്യവും വിഷമതകളുമൊക്കെ എന്തെന്ന് അറിയാറായിട്ടില്ല. ഞാൻ എഴുതി വച്ചിരുന്ന കുറിപ്പ് മറ്റാരും കാണാതെ സ്വർണ്ണക്കടക്കാരന് കൊടുത്തു. അദ്ദേഹം അത് വായിക്കുമ്പോൾ എൻ്റെ ഭാവന ഹോട്ടലിലായിരുന്നു. ചൂട് പറക്കുന്ന ചോറിൻ്റെ മുമ്പിൽ ഞാനിരിക്കുന്നതും മറ്റും. പക്ഷേ കുറിപ്പ് വായിച്ചിട്ട് സ്വർണ്ണക്കടക്കാരൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, സോറി, ചേഞ്ചസ് ഒന്നുമില്ല. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടാവി പൊന്തി. വിയർപ്പ് തുടച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി മുറിയിലേക്ക് നടന്നു. മണി 9. ഞാൻ പായ് വിരിച്ചു കിടന്നു. പക്ഷേ കണ്ണുകൾ അടയുന്നില്ല. തലയ്ക്ക് നല്ല വിങ്ങലും. എങ്കിലും ഞാൻ കിടന്നു. ലോകത്തിലെ നിസ്സഹായരെ പറ്റി ഞാൻ ഓർത്തു. എവിടെയെല്ലാം എത്രയെത്ര കോടി സ്ത്രീ പുരുഷന്മാർ ഈ സുന്ദരമായ ഭൂഗോളത്തിൽ പട്ടിണി കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഞാനും. എനിക്കെന്താണൊരു പ്രത്യേകത? ഞാനും ഒരു ദരിദ്രൻ, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചു കൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു. മാത്യുവിൻ്റെ അടുക്കളയിൽ കടുക് വറയ്ക്കുന്ന ശബ്ദം, വെന്തുമലർന്ന ചോറിൻ്റെ വാസനയും. മണി 9:30. ഞാൻ വെളിയിലിറങ്ങി. ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ്. വല്ലവരും കണ്ടാലോ? ഞാൻ വീർത്തു കുളിക്കുന്നു. ഞാൻ മുറ്റത്ത് കാത്തുനിന്നു. ഭാഗ്യം, വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്കിറങ്ങി. അടുക്കള വാതിൽ പതുക്കെ ചാരിയിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് പോയി. കുറഞ്ഞത് 10 മിനിറ്റ് പിടിക്കും. ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയത്തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളയ്ക്കകത്ത് കയറി. മണി 10. സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്തു കുളിച്ച് ഞാൻ വെളിയിലിറങ്ങി. വൃദ്ധൻ മടങ്ങി വന്നപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടുത്ത് ചെന്ന് വെള്ളം കുടിച്ചു. കൈകാൽ മുഖം കഴുകി തിരികെ എൻ്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ചു വലിച്ചു. ആകെ സുഖസംതൃപ്തം. എങ്കിലും ഒരു വല്ലായ്മ. നല്ല ക്ഷീണവും തോന്നി. ഞാൻ കിടന്നു. ഉറക്കം വരുന്നതിനു മുമ്പേ ശകലം ആലോചനയുണ്ടായി. വൃദ്ധം അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും. മറ്റു വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരും അറിയും. കുറച്ചിലാകും. ഏതായാലും വരുന്നത് വരട്ടെ. ജന്മദിനം. സുഖമായി ഉറങ്ങാം. എല്ലാവരുടെയും എല്ലാ ജന്മദിനങ്ങളും. മനുഷ്യൻ, പാവപ്പെട്ട ജീവി. ഞാൻ അങ്ങനെ മയങ്ങിപ്പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ മുറിയുടെ അടുത്തേക്ക് ആരോ വരുന്നു. ഹലോ മിസ്റ്റർ. മാത്യുവിൻ്റെ ശബ്ദം. എനിക്ക് വിയർപ്പ് പൊട്ടി. എൻ്റെ ഉറക്കം പമ്പ കടന്നു. ഉണ്ടതൊക്കെ ദഹിച്ചു. എനിക്ക് മനസ്സിലായി, മാത്യു അറിഞ്ഞു പോയിരിക്കുന്നു. വൃദ്ധൻ കണ്ടുപിടിച്ചായിരിക്കും. ഞാൻ വാതിൽ തുറന്നു. ഇരുളിൻ്റെ ഹൃദയത്തിൽ നിന്നെന്നോണം തീഷ്ണ വെളിച്ചത്തിൻ്റെ നീണ്ട കുന്തമെന്ന വണ്ണം ഒരു ടോർച്ച് ലൈറ്റ്. ഞാൻ ആ വെളിച്ചത്തിൽ എന്താണ് മാത്യു ചോദിക്കാൻ പോകുന്നത്? പരിഭ്രമം കൊണ്ട് എൻ്റെ ഹൃദയം 100 കഷ്ണങ്ങളായി പൊട്ടിപ്പോകുമെന്ന് തോന്നി. മാത്യു പറഞ്ഞു, ഐസേ, സിനിമയ്ക്ക് പോയിരുന്നു. വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങൾ നിങ്ങൾ കാണേണ്ട 1-ാം തരം ചിത്രമാണ്. ഹാം, നിങ്ങൾ ഊണ് കഴിച്ചോ? എനിക്ക് തീരെ വിശപ്പില്ല. ചോറ് വെറുതെ ആവും. വന്ന് ഊണ് കഴിക്കൂ. വഴിക്ക് ഞങ്ങളൊന്ന് മോഡേൺ ഹോട്ടലിൽ കയറി. താങ്ക്സ്, ഞാൻ ഊണ് കഴിച്ചു. ഓഹോ, എന്നാൽ ഉറങ്ങൂ. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്. വായന ശ്രീനിജ സുനീഷ് മുല്ലപ്പള്ളി.